ബഹുമാനമുള്ളവരെ, ഈ സമയം കണക്കാക്കി ഞാൻ പ്രസംഗിക്കലില്ല. പക്ഷെ ഇവിടെ ഒരു വെല്ലടി കേട്ടപ്പോൾ ഞാൻ കാസിമിനോട് ചോദിക്കേ, തങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരു വെല്ലടി കേട്ടപ്പോൾ ഇതിന് പ്രത്യേകമായ സമയമുണ്ടോ എന്നുള്ളത്. അപ്പം മുമ്പ് കണ്ണീർ ഉസ്താദ് പറഞ്ഞ മാതിരിക്ക് 60ാം വാർഷിക സമ്മേളനത്തിൽ കണ്ണീർ ഉസ്താദ് അധ്യക്ഷനും ഷെഫിന സംസുൽമ ഉദ്ഘാടകനെയാണ്. അപ്പോൾ മൂപ്പര് പ്രസംഗം തുടങ്ങി. പ്രസംഗം വല്ലാതെ നീണ്ടുപോയപ്പോഴേ ആരോ പോയി പറഞ്ഞു, മൂപ്പര് ഉദ്ഘാടന പ്രസംഗം നടത്താനുണ്ട്, നിങ്ങളൊന്ന് ചുരുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാൻ ചുരുക്കൂല, ഞാൻ വേണമെങ്കിൽ നേരം വെളുക്കോളും പറയും, പക്ഷേ ഞാൻ ഓതി വെച്ച ആയത്ത് മുഴുവൻ അതിൻ്റെ വിശദീകരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് അവരെല്ലാവരും എന്നോട് ചുരുക്കാൻ പറയണം, അതുകൊണ്ട് ഞാൻ ചുരുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്നതുപോലെ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിലായും കൊണ്ട് കുറഞ്ഞത് മാത്രമേ പറയാൻ കഴിയുള്ളൂ. നമ്മളൊന്നും അമ്പിയാക്കന്മാരോ ഔലിയാക്കന്മാരോ ഒന്നും അല്ലല്ലോ. തയ്യുൽ അർള്, തയ്യുൽ സമാൻ, തയ്യുൽ ഹുറൂഫ് എന്നൊക്കെ പറഞ്ഞ് സ്വഭാവങ്ങൾ അവർക്കൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഹർഫുകളെ ചുരുട്ടി കൊടുക്കുക. ഇപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറഞ്ഞ സമയം കൊണ്ട് സബൂർ ഓതി തീർത്തു എന്ന് പറഞ്ഞു. വൈദേശിക തങ്ങൾ ഒരു കാൽവ നിന്ന് ഖുർആൻ തീർത്തു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് സാധാരണ ഒരാൾക്ക് ഓതുന്ന സമയം ആവശ്യമുണ്ടായില്ല. ഇതൊക്കെ അമ്പിയാക്കന്മാർക്കോ ഔലിയാക്കന്മാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. കുറഞ്ഞ സമയം കൊണ്ട് അധികം പറയാൻ കഴിയുക. ഇപ്പോൾ റസൂലുള്ളാഹിയിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുകൾ ഓരോ ആയത്തുകളും അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ ആയത്ത് മാത്രമല്ലായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ തന്നെ ഒരുപാട് സംഗതികൾ റസൂലുള്ളാഹിക്ക് കേൾപ്പിക്കപ്പെടുകയാണ്. ഈ ആയത്തിനോട് ബന്ധപ്പെട്ട അതിന് ഹക്കാമുകൾ, പിന്നീട് മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് ഈ ആയത്തിൽ നിന്നും അവർ ഇസ്തിംബാത്ത് ചെയ്യുന്നതായ ഹക്കാമുകൾ, ഈ ആയത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് നബിയുടെ ഹദീസിൽ കൂടി നബി വിവരിക്കുന്നതായ സംഗതികൾ, ഈ ആയത്തിന് അവതരണ പശ്ചാത്തലം, ഈ ആയത്തിനോട് ബന്ധപ്പെട്ട അതിൻ്റെ ഖിറാഅത്ത് തജ്വീദിനോട് ബന്ധപ്പെട്ട എത്ര ശൈലിയിൽ ഈ ആയത്തിൽ ഓതാം, ഇതൊക്കെ ഒരേ നിമിഷത്തിൽ കേൾക്കുകയാണ്. അപ്പോൾ ഈ ഒരേ നിമിഷത്തിൽ ഇത്രമാത്രം ആശയങ്ങൾ ഒരു ആയത്ത് ഓതുമ്പോൾ തന്നെ രണ്ടാമതൊരു സമയം എടുക്കും. ഒരു ആയത്ത് ഓതി കഴിയുന്ന സമയത്തിൻ്റെ ഉള്ളിലായിട്ട് ഇതെല്ലാം റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടുള്ള ഖുർആനിൽ പറഞ്ഞത് ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. നബിയെ തങ്ങൾ നാവുകൊണ്ട് ഒരു പണിയെടുക്കണ്ട, ധൃതി കൂട്ടും വേണ്ട. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക. അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് സംഗതികളൊന്നും പറഞ്ഞ് പിന്നെ മനസ്സിലാക്കി തരാൻ നമുക്ക് കഴിയൂല. ഏതായാലും അല്ലാഹുവിൻ്റെ വലിയ മഹത്തായ ഒരു അനുഗ്രഹം തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു സാന്നിധ്യം. ലോക ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു സംഘടന, ആ സംഘടനയ്ക്ക് ഏകദേശം 15ഓളം ഉപസംഘടനകൾ, ഈ ഓരോ ഉപസംഘടനകൾക്കും 10ഉം 15ഉം 3ഉം 4ഉം 18 വരെ നീണ്ടു നിൽക്കുന്നതായ ഒരുപാട് ഘടകങ്ങൾ, ഇത്രമാത്രം വ്യാപിക്കപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കപ്പെടുന്ന ഒരു സംഘടന ഈ ലോകത്തുണ്ടോ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ലോക ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പോൾ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ സാന്നിധ്യം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ദീനി രംഗങ്ങളിൽ ഇത്രമാത്രം ഒരുപാട് സ്വാധീനം അത് ചെലുത്തിയിട്ടുണ്ട്. നമ്മളിലൊക്കെയുള്ള ഈ ദീനി ബോധം, നമ്മളെ മക്കളിലുള്ള ഈ ദീനി ബോധം, നമ്മളെ മുൻഗാമികളുള്ള ഈ ദീനി ബോധമൊക്കെ ഈ സ്വഭാവത്തിൽ ഉണ്ടാക്കി തീർത്തത് അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം മാത്രമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഗതികൾ തങ്ങളിവിടെ പറഞ്ഞല്ലോ. തങ്ങളുടെ ആമുഖ പ്രഭാഷണത്തിൽ നമ്മൾ മഹല്ലിൽ നടത്തപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ മഹല്ലിൽ നടത്തപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താൻ നമ്മളതിന് യോഗ്യരാണോ എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കണം. നമ്മളെപ്പറ്റി നമ്മൾ ആദ്യം പഠിക്കണം, നമ്മളതിനൊക്കെ യോഗ്യരായിട്ടുണ്ടോ എന്നുള്ളത്.
നമ്മൾ ജനങ്ങളോട് ഇങ്ങനെ ആജ്ഞാപിക്കുക, ജനങ്ങളോടൊരുപാട് പദ്ധതികൾ അവരെ മുന്നിൽ വെക്കുക, എന്നിട്ട് അവരെ കൊണ്ടത് അനുസരിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും മാത്രം ചെയ്താൽ പോരാ. നമ്മുടെ നിർബന്ധമില്ലാതെ തന്നെ അവരത് അനുസരിക്കപ്പെടാൻ പറ്റുന്നതായ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇന്ന് ആകെ നമുക്കുള്ള ദോഷം അതാണ്, നമുക്കുള്ള തകരാറ് അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം. നമ്മൾ മദ്രസകൾ നോക്ക്, മുമ്പൊക്കെ 5 വരെ മദ്രസ, ഞാനൊക്കെ 5 വരെ സമസ്തൻ്റെ മദ്രസ പഠിച്ച ആളാണ്. പണ്ട് നമ്മളെ മുൻഗാമികൾ അവർ പിന്നെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവില്ല, ഓത്തുപള്ളിയിൽ പഠിച്ചവരായിരിക്കും. പക്ഷേ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു തഖ്വ നമുക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ +2 വരെ മദ്രസ രംഗത്ത് കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകണം. എല്ലാ നിലക്കും വിദ്യാഭ്യാസപരമായിട്ട് ഈ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. സമസ്തൻ്റെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടതാണ് എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസം. ആത്മീയമായ വിദ്യാഭ്യാസവും ഭൗതികമായ 2 വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അതിന് നമ്മൾ എതിരാണ്, അത് തെറ്റുമാണ്. 2 വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ഈ 2 വിദ്യാഭ്യാസം നൽകപ്പെടുന്നതിനോട് കൂടെ തന്നെ ആത്മീയതയിൽ അധിഷ്ഠിതമായ നിലക്ക് ആത്മീയ സ്വഭാവ ഗുണങ്ങൾ കുട്ടികളിൽ അത് ശീലിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി. ഈ രീതിയാണ് നമ്മളെന്താ വേണ്ടത്, നടപ്പിൽ വരുത്തേണ്ടത്. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് നമ്മളൊന്ന് ഉയർന്നു വരാത്തതുകൊണ്ടല്ല, എല്ലാ വിദ്യാഭ്യാസമുണ്ട്. 2 വിദ്യാഭ്യാസം നൽകുന്നതായ പള്ളി ദർസുകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. മറ്റ് നമ്മുടെ സ്ഥാപനങ്ങൾ നോക്കിയ സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാ നിലക്കുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യത്തിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഈ വിദ്യാഭ്യാസമൊക്കെ നമ്മൾ കൊടുത്ത് ഇങ്ങനെ നിലക്ക് വളർത്തി കൊണ്ടുപോയിട്ടും ഈ സമൂഹം അത് എത്രമാത്രം അധവദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ പല രക്ഷിതാക്കന്മാരും ചിലപ്പോൾ പറയലുണ്ട്, വൈകുന്നേരം മകൻ കയറി വന്നപ്പോൾ അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്, അത് അവൻ്റെ ജാതിയിൽപ്പെട്ടതാവട്ടെ ഇനി മറ്റേ ജാതിയിൽപ്പെട്ടതാവട്ടെ ഒരുത്തിരി കൂട്ടിയാണ് വന്നിട്ടുണ്ട്, ഞങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്തിരിക്കണം, ഇന്നിവിടെ താമസിക്കാൻ അനുവദിക്കണം എന്നാണ് തന്താരോട് പറഞ്ഞത്. ചെക്കൻ സ്വന്തം വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ താമസിക്കേണ്ടെന്ന് പറയില്ലല്ലോ. അപ്പോൾ താമസിക്കാൻ റൂം വീട്ടിൽ അനുവദിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരുത്തിനും കൂടി പിടിച്ചാണ് വന്നിട്ടുള്ളത്. അത് അനുവദിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ തടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്താണ് ഇവരെ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പല മഹല്ലത്തിലുള്ള പല ആളുകളും വളരെ ഖേദത്തോടുകൂടി വന്നു പറയും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഏത് പുരുഷനിക്കും അല്ലെങ്കിൽ ഏതൊരു പുരുഷനിക്കും ഏത് സ്ത്രീക്കും ആരുമായി എപ്പോഴുമായും കൊണ്ടും ബന്ധപ്പെടാം. ഈ ലജ്ജ അലയാവു ശുഅബത്തു മിനൽ ഈമാൻ എന്നാണ്. ലജ്ജ ഈമാൻ്റെ ഒരു ഭാഗമാണ്, ഈമാനിൽ നിന്നുണ്ടായിത്തീരേണ്ടതെന്നാണെന്നാണ് റസൂൽ പറയുന്നത്. അലയാവു ശുഅബത്തു മിനൽ ഈമാൻ, ഈമാനിൽ നിന്നുണ്ടായിത്തീരേണ്ടതായ ഒരു പ്രത്യേക അതിൻ്റെ ഒരു ഭാഗമാണ് ഹയാ എന്നുള്ളത്. അപ്പോൾ ഈമാൻ ഉണ്ടോ എന്നത് പരിശോധിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. കാരണം ഈമാനിൽ നിന്നാണ് ഹയാ ഉണ്ടായിത്തീരേണ്ടത്. ഈ ലജ്ജ എന്നുള്ളത് നമ്മളിൽ നിന്ന് പാടെ അത് എടുത്തുപോയി. ലജ്ജ നമ്മുടെ മക്കൾക്കില്ല, നമുക്കില്ല, ആർക്കും ലജ്ജയില്ല. അപ്പോൾ നമ്മളൊക്കെ ഈ ജീവിതത്തിൽ വിലപ്പെട്ട സമയം, മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ അസ്സമാനു സൈഫുൻ യഖ്തഉക ഇല്ലം തഖ്തഉഹു. സമയം എന്നുള്ളത് ഒരു വാള് പോലെയാണ്. അത് നിന്നത് ഉപയോഗപ്പെടുത്തും, നീ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സമയം നമുക്ക് വേണ്ടി കാത്തുക്കൂല. സമയം വളരെ വിലപ്പെട്ടതാണ്. സമയം വളരെ വിലപ്പെട്ടതാണെന്നുള്ള ബോധം നമുക്കുണ്ട്. പല നിലക്കുള്ളതായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തണം, അതിനു വേണ്ടിയുള്ളതായ പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയാവട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഞാൻ പറഞ്ഞില്ല ഈ 15ഓളം പോഷക സംഘടനകളും അതിൻ്റെ കീഴിലുള്ള സംഘടനകളൊക്കെ അവർ എല്ലാവരും പല പദ്ധതികളും ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പം ഈ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിൽ വരുത്തുന്നുണ്ട് നമ്മൾ. പക്ഷേ ജനങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലേ, എന്താണ് ഉൾക്കൊള്ളാതിരിക്കാനുള്ള കാരണം? ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. ബാഹ്യമായ നിലയ്ക്ക് എല്ലാവരും അത് സ്വീകരിക്കും, പക്ഷെ അതനുസരിച്ചുള്ള ഒരു ഗുണം ജനങ്ങളിൽ കാണപ്പെടുന്നുണ്ടോ, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറേ വിദ്യാഭ്യാസം കൊടുക്കുക, അത് നല്ലത് തന്നെയാണ്. ഈ വിദ്യാഭ്യാസമൊക്കെ ഒരു ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി മാത്രം ആക്കി തീർക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത്.
നമ്മൾ എല്ലാ വിദ്യാഭ്യാസ ലക്ഷ്യം എന്താ? ഏത് രംഗത്ത് വളർന്നു വരികയാണെങ്കിലും, വിദ്യാഭ്യാസ മേഖലയിൽ കൂടി വളർന്നു വരികയാണെങ്കിലും ഭൗതികമാവുന്നതായ ലക്ഷ്യങ്ങൾ മാത്രമാണ്. ഉഹ്റവിയായ ലക്ഷ്യം നമ്മളിൽ നിന്ന് പാടെ ഇല്ലാതെയായിപ്പോയി. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ഇപ്പം നമുക്കറിയാം, കോളേജുകളിലൊക്കെ കുട്ടികൾ പള്ളി ദർസിലോ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ച് വേഗം സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതാണ്. ഒരു മാസം കൊണ്ടിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ കുട്ടികൾ പോയി ചേരും. ഈ സർട്ടിഫിക്കറ്റ് അർഹിക്കാൻ, അത് വാങ്ങാൻ, അത് സ്വീകരിക്കാൻ പറ്റിയ യോഗ്യത അവനിക്കുണ്ടോ എന്നുള്ളതല്ല. അപ്പം യോഗ്യത ഒന്നും പരിശോധിക്കപ്പെടുന്നില്ല, കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അടിസ്ഥാനപരമായി ഇവിടെ നമുക്ക് വേണ്ടത് വത്തഖുല്ലാഹ് വയുഅല്ലിമുകുമുല്ലാഹ്. ഏത് മേഖലയിലും നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത് തഖ്വയാണ്. ഈ തഖ്വ നമ്മളിൽ നിന്ന് പാടില്ലാതായിപ്പോയി. നമ്മളെ സമയങ്ങൾ മുഴുവനും ആവശ്യമില്ലാത്ത പല സംഗതിയിലും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് സമയങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നതായ ഒരവസ്ഥയാണ് നമുക്കൊക്കെ. അപ്പം മഹല്ല് നേതൃത്വം കൊടുക്കുന്ന മഹല്ല് ഭാരവാഹികളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനവുമായും കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അണിനിരന്നുകൊണ്ടിട്ട് മഹല്ലുകൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നവരാണെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ആശയ ആദർശങ്ങൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഉൾക്കൊള്ളുന്നതിനോട് കൂടെ തന്നെ വിശുദ്ധമാവുന്നതായ ദീൻ, ആ ദീനിൻ്റെ ഒരു വള്ളിക്കും പുള്ളിക്കും ഒരു നിലക്കുള്ള വ്യത്യാസം ഇല്ലാത്ത നിലക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആ ഒരു അതിനു വേണ്ടിയാണല്ലോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിൽക്കുക. അതിനു വേണ്ടി മാത്രം എത്തിച്ചു കൊടുത്താൽ മാത്രം പോലെ അത് ഉൾക്കൊള്ളാൻ മാത്രം ഉള്ള അവസ്ഥ അവരിൽ ഉണ്ടാക്കി തീർക്കണം. ഈ പ്രബോധകൻ അത് ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളാവണം പ്രബോധകനിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ പ്രബോധകൻ്റെ ലക്ഷ്യം തന്നെ ഭൗതികമായ ലക്ഷ്യങ്ങളാവുമ്പോൾ ഇത് പഴയ കാലത്തൊക്കെ വലുത് കേൾക്കാൻ വരുമ്പോൾ ചിരിച്ചു വന്നവർ പോകുമ്പോൾ കരഞ്ഞായിരിക്കും പോവാം. കാരണം അവൻ ആഖിറത്തിനെ സംബന്ധിച്ച് കേട്ടു, ഖബറിനെ സംബന്ധിച്ച്, ഖബറിൻ്റെ ശിക്ഷനെ സംബന്ധിച്ച്, നിസ്കാരം ഒഴിച്ചാളുള്ളതായ ഇതൊക്കെ കേട്ട് പോകുമ്പോൾ കരഞ്ഞായിരിക്കും പോവാം. എന്നങ്ങനല്ല, ഇന്ന് കരഞ്ഞു വന്നവൻ വലുത് കേട്ട് പോകുമ്പോൾ അവൻ ചിരിച്ചാണ് പോകുന്നത് എന്നാണ്. അപ്പം ഞാൻ കാഞ്ഞങ്ങാട് ഒക്കെ സംയുക്ത കുറേ മഹല്ലുകളുമായിട്ട് ബന്ധമുണ്ടായതുകൊണ്ട്, അല്ല എല്ലായിടത്തും ബന്ധമുണ്ട്, പക്ഷേ കാഞ്ഞങ്ങാട് അവിടെ നിന്നൊക്കെ പലരും പറയലുണ്ട്, വീട്ടിൽ നിന്ന് സ്ത്രീകളൊക്കെ പറഞ്ഞ് ഉസ്താദിൻ്റെ കുറച്ച് ബടായി കേൾക്കാൻ പോവാന്ന്. ക്ലാസ് എല്ലായിടത്തും ഉണ്ട്. ഈ ക്ലാസ് കേൾക്കാൻ വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഒരു മാനസികമായുള്ള ഒരു സമാധാനത്തിന് വേണ്ടി ആണ് വരുന്നത്. അല്ലാതെ എന്തെങ്കിലും പഠിച്ച് അവർ സ്വന്തമായി കൊണ്ട് അത് ബോധവൽക്കരിക്കപ്പെട്ടു അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല, അത് ചെയ്യാനുമല്ല ആളുകൾ വരുന്നതെന്നുള്ള അർത്ഥം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനൊക്കെ അധികം പഠിപ്പിച്ചു കൊടുക്കല്ലേ ഇത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതിയാണ് സഹാബത്ത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയത്. നിങ്ങൾ കേട്ടില്ലേ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ അവർ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്, ലഖദ് ഇർതഖൈതു അലാ ലഹരി ബൈത്തിൻ ലനാ, നമ്മളെ വീടിൻ്റെ മേൽക്കൂരമ്മളി നമ്മൾ കയറി നിന്നു. അതല്ലെങ്കിൽ അലാ ലഹരി ബൈത്തി അഫ്സ റളിയല്ലാഹു തആല അൻഹ, അഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ വീടിൻ്റെ മേൽക്കൂരയിൽ നമ്മൾ കയറിയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കക്കൂസിൽ പോയപ്പോഴാണ് മൂപ്പർ മേലെ കയറി നിന്ന് കണ്ടത്. അത് എന്തിനു വേണ്ടിയാണ്? റസൂലുള്ളാഹിൻ്റെ ഔറത്ത് കാണാൻ വേണ്ടി ഒരാൾ കയറി നിന്നെന്ന് പറയും. ഇനി റസൂലുള്ളാഹിൻ്റെ ഔറത്ത് ഒരാൾ കണ്ടാൽ അവൻ്റെ കണ്ണിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ്റെ കണ്ണുകൊണ്ട് ഈ ദുനിയാവെന്ന് വേറൊരു സാധനം കാണാൻ കഴിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഔറത്ത് കാണാൻ വേണ്ടി കയറി നോക്കിയെന്നല്ല, കക്കൂസായി കൊണ്ട് കെട്ടി ഉണ്ടാക്കപ്പെട്ട സ്ഥലത്ത് നിന്നും കൊണ്ട് വിസർജനം നടത്തുമ്പോൾ അവിടെ ഖിബ്ലക്ക് തിരിയുക, ബൈത്തുൽ മഖ്ദിസിന് തിരിയുക, അതിൻ്റെയൊക്കെ ഹുക്കുമുകൾ മനസ്സിലാക്കാൻ വേണ്ടി റസൂൽ അവിടെ എങ്ങനെയാണ് ഇരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ മേൽക്കൂര ഇല്ലാത്തതായതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ തല കണ്ടാൽ മതിയല്ലോ.
അപ്പം അത്രമാത്രം റസൂലുള്ളാഹിൻ്റെ പിന്നിൽ കൂടിക്കൊണ്ട് റസൂലുള്ളാഹിനെ കൊണ്ട് മാത്രം പ്രത്യേകമായതല്ലാത്ത സർവ്വപ്രവർത്തനങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്ന നിലക്ക് സ്വഹാബത്ത് നബിയിൽ നിന്നുണ്ടായിത്തീരുന്ന സർവ്വപ്രവർത്തനങ്ങളും അവർ ജീവിതത്തിൽ പകർത്തിയെന്ന് ചെയ്തിരുന്നത്. ആ നിലക്ക് പകർത്തപ്പെടാൻ പറ്റിയതായ സ്വഭാവ ഗുണങ്ങളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടായിരുന്നത്. ഈ ഒരു സ്വഭാവ ഗുണങ്ങളാണ് ഇവിടെ ദീനി രംഗത്ത് അത് പണ്ഡിതനായും കൊണ്ട് നേതൃത്വം നൽകിയാലും അതല്ല മഹലിൻ്റെ മറ്റുള്ള ഭാരവാഹിത്വം ഏറ്റെടുത്തുകൊണ്ട് നേതൃത്വം നൽകിയാലും ഒക്കെ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടത് എന്താ? ജനങ്ങൾ നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റിയതായ സ്വഭാവ ഗുണങ്ങളാവണം നമ്മളിൽ ഉണ്ടാവേണ്ടത്. നമ്മൾ വഖ്ത് നിസ്കരിക്കണം, നമ്മൾ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള സുന്നത്തുകൾ നമ്മൾ നിസ്കരിക്കണം. നമ്മൾ മറ്റുള്ള സുന്നത്ത്, നമ്മളിപ്പോൾ ഒരാളോട് ഗുഹയൊക്കെ കഴിച്ചാൽ പറഞ്ഞു, നമ്മൾ ഗുഹയൊക്കെ കഴിച്ചിട്ടില്ല, എന്നാൽ അവൻ എന്താവും? നമ്മൾ ഗുഹ നിസ്കരിച്ചിന് കണ്ടിട്ട് അവനിൽ ഗുഹ ശീലിപ്പിക്കണം നമ്മൾ. അങ്ങനെ ഓരോ നന്മകൾ നമ്മളിൽ ആദ്യം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ പ്രവർത്തകരായാലും നേതാക്കന്മാരായാലും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ എന്താവുക? തഖ്വയുള്ളവരാവുക. ആ തഖ്വയിൽ അധിഷ്ഠിതമാവുന്ന ജീവിതം നമ്മൾ നടത്തണം. നമ്മളൊന്നും നമ്മളെ സമയങ്ങളൊന്നും അതിനെല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. പലരും മുമ്പ് മഹാന്മാർ പറഞ്ഞതുപോലെ യാ മഅ്ശറമൻ ആമന ബിലിസാനിഹി, നാവുകൊണ്ട് വിശ്വസിച്ചവനെ, നാവുകൊണ്ട് വിശ്വസിച്ചുള്ളൂ, ഹൃദയത്തിലേക്ക് വിശ്വാസം കടന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യാ മഅ്ശറമൻ ആമന ബിലിസാനിഹി, നാവുകൊണ്ട് വിശ്വസിച്ചവനെ ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഗീബത്ത് പറയാൻ വേണ്ടി നിൽക്കരുത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്ത് പറയാം. വലാ തത്തബിഉ ഔറാത്തിഹിം, അവർക്കുള്ളതായ അപമാനങ്ങളെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് അവരെ വയ്യാലെ കൂടുമാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ മറ്റൊരുത്തൻ്റെ അപമാനങ്ങൾ ചുഴിഞ്ഞു നോക്കി അവൻ്റെ പിന്നാലെ കൂടുകയും. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഒരുത്തൻ വ്യഭിചരിച്ചു വന്നു ഒരാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, നീ വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല, ഒന്നിരിക്കൽ ലഅല്ലക ഖബ്ബൽത, നീ അവളെ ചുംബിച്ചതാവാന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞു, അല്ലേ ഞാൻ വ്യഭിചരിച്ചത് തന്നെയാണ്. റസൂലുള്ളാഹിയോട് പറഞ്ഞു, നീ ചുംബിച്ചത് അല്ലേ, എന്നാൽ ഈ കൂട്ടി പിടിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇയാൾ പറഞ്ഞു, ഞാൻ ശരിക്കും വ്യഭിചരിച്ചു. റസൂലിനോട് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചത് തന്നെയാണെന്ന് പറഞ്ഞു. റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, ഇവതാ വ്യഭിചരിച്ചു എന്ന് പറയുന്നത്. അത് ഉറപ്പാണെങ്കിൽ അവൻ്റെ മേലുള്ള ശിക്ഷകൾ നടപ്പ് വരുത്തി കളയുന്നു. അപ്പം അവൻ്റെ ഓരോരുത്തർക്കുള്ളതായ ഔറാത്തുകൾ, അപമാനങ്ങൾ, ആ അപമാനങ്ങളെ അവരെ സ്വകാര്യ ജീവിതത്തിനെ ചിക്കി കുത്തി നോക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായ സംഗതിയല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപമാനങ്ങൾ എന്തൊക്കെയെന്നുള്ളത് പരിശോധിച്ച് അല്ലാഹു അവനെ ബശർത്തരത്തിലാക്കും. വലൗ ഫീ ബൈത്തിഹി, അവൻ വീട്ടിലാണെങ്കിലും ശരിയെന്നാ. അപ്പം നമ്മളെ സമയങ്ങളെ മുഴുവനും വേണ്ടാത്തതിലൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു യഥാർത്ഥ മുഅ്മിനിക്ക് ഉണ്ടാവേണ്ടതായ സ്വഭാവ ഗുണങ്ങളൊന്നും നമ്മളിലൊന്നുമില്ല. നമ്മൾ ഈ നിലക്ക് അധപതിച്ചു. ശൈത്താനിയാവുന്നതായ പല സംഗതികളും, മോശമായ പല സംഗതികളായിരിക്കും നമ്മൾ ചെയ്യണത്. ഇത് മോശമാണെന്ന് നമ്മളോട് ഉപദേശിക്കപ്പെട്ടാലും അത് നല്ലതായിട്ട് നമ്മൾക്ക് തോന്നുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ, അല മുനബ്ബിഉക്കും അലാ മാ തതനസ്സലു ശയാത്തീൻ. ശൈത്താന് പല നിലക്കും നമ്മളിൽ അവതരിച്ചു കൊണ്ടിട്ട് നമ്മൾ ചെയ്യുന്നതായ പല മോശമായ സംഗതികളും നല്ലതാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നു മാത്രമല്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ളതായ ഒരു നിലക്കുള്ളതായ സാഹചര്യം ശൈത്താൻ ഉണ്ടാക്കില്ല. അത് ശൈത്താൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഹൃദയത്തിനെ വിശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രം പോരാ, ഹൃദയത്തിനെ വിശുദ്ധമാക്കി ഹൃദയത്തിൽ ഒരു പ്രത്യേകമാവുന്ന ഒരു പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുതരുന്ന ആ പ്രകാശം നമ്മളെ ഹൃദയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതായ ചില ആശയങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതായ ചില പേരുകളുണ്ടാവും. ആ പേരുകൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ആശയം എന്താണെന്ന് മനസ്സിലാവാത്ത ചില പേരുകൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്വർഗം നമ്മളല്ലാതെ സ്വർഗത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ആര് വിവരിച്ചാണ്? സ്വർഗം എന്നുള്ളത് സൃഷ്ടിക്കപ്പെട്ടതല്ലേ, നരകം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു വിശ്വാസമാണത്. അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖാതാനി. ഇത് എവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടത്? എന്താണ് സ്വർഗത്തിൻ്റെ അവസ്ഥ? എന്താണ് സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? നരകം എന്താണ്? നരകം
നരകം എന്നുള്ളത് നമുക്ക് നരകത്തിനെ പറ്റി നരകത്തിൽ സൂക്ഷിക്കപ്പെടും, നരകത്തിൽ അങ്ങനെയാണ് ഇങ്ങനെ നരകത്തിന് സംബന്ധിച്ചുള്ളതായ കുറേ സ്വഭാവങ്ങൾ, അതിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ എന്താണിത് ഈ നരകം എന്ന് പറഞ്ഞത്, എന്താണ് അവിടുത്തെ ഈ ശിക്ഷൻ്റെ സ്വഭാവം എന്താ? അള്ളാഹുവിൻ്റെ മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാതെ പ്രകാശത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ്. അവരാണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സർവ്വസമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഇബാദത്തിലായിട്ട് കഴിച്ചു പോകുന്നതായ ഒരു ജനവിഭാഗമാണെന്നൊക്കെ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തിൽപ്പെട്ട ഒരു വിഭാഗങ്ങളാണ് ഈ മലായിക്കത്ത്. ഇതല്ലാതെ മലായിക്കത്തിനെ പറ്റി നമുക്ക് എന്താ അറിയാം? ഇങ്ങനത്തെ ചില പേരുകൾ നമ്മൾ കേൾക്കും, ആ പേരുകൾക്കുള്ള യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിനെ വിശുദ്ധമാക്കണം. എന്നിട്ട് ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവും. ഈ പ്രകാശം നമ്മളെ ഹൃദയത്തിൽ എത്തിപ്പെട്ടാൽ ഈ പ്രകാശം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരാണ് മലായിക്കത്ത്. അപ്പോൾ മലായിക്കത്തിൻ്റെ ഹഖീഖത്ത് എന്താണെന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിന് മനസ്സിലാക്കിയില്ലേ? മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്നുള്ള പലർക്കും മലായിക്കത്ത് എന്താ സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിനെ കണ്ടില്ലേ? മഹാന്മാരാവുന്ന പലരും സ്വർഗത്തിനെ കണ്ടില്ലേ? ആ സ്വർഗത്തിലുള്ളതായ പല സ്വഭാവങ്ങളെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് എങ്ങനെ ഉറക്കത്ത് കണ്ടതാണോ? നബി ഉറക്കത്ത് കണ്ടതല്ല സ്വർഗം, നേരെ സ്വർഗത്തിനെ കണ്ടു. റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, ഞാൻ സ്വർഗം കണ്ടപ്പോൾ നിങ്ങളൊരു കോട്ട ഞാൻ കണ്ടു സ്വർഗത്തിൽ, നിങ്ങളെ സുന്ദരമാവുന്നൊരു കൊട്ടാരം. അത് നിങ്ങളെ കൊട്ടാരാണെന്ന് അവിടെ ഒരു സ്ത്രീ അതിൻ്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അവളോട് ചോദിച്ചപ്പോൾ ആദാ ഖസറുല്ലി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊട്ടാരമാണെന്ന് പറഞ്ഞു. എനിക്ക് ആ കൊട്ടാരത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ അത് കടക്കണം തോന്നി. പക്ഷേ ഞാൻ നിങ്ങളെ പറ്റി ആലോചിച്ചു, നിങ്ങളെ സമ്മതമില്ലാതായി കടന്നാൽ നിങ്ങൾ എന്തെങ്കിലും ശകാരിക്കുക. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, അഫ അഗാറു അലൈക യാ റസൂലുള്ളാഹി, നബിയെ തങ്ങളോട് ഞാൻ ശകാരിക്കുമോ? അപ്പം ഈ യാഥാർത്ഥ്യം ഈ നിലക്ക് മനുഷ്യർ ഉയർന്നു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? തഖ്വ വേണം. ഇന്ന് തഖ്വ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടെ ഇല്ലാതെയാക്കപ്പെട്ടു. എന്താണ് തഖ്വ? നമ്മളൊക്കെ ഇന്ന് ഭൗതികമാവുന്നതായ സുഖ സൗകര്യങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തേണ്ടെന്നല്ല പറഞ്ഞത്. അസ്ർഫു ഫിൽ ലദ്ദാത്തിൽ മുബാഹത്തി ലൈസ ബിതബ്ദീലിൻ. അനുവദിക്കപ്പെട്ടതായ ഭൗതിക സുഖ സൗകര്യങ്ങൾ അത് നമുക്ക് ഉപയോഗിക്കാം. അത് ഒരാൾ ഉപയോഗിച്ചാൽ അതിനെ സംബന്ധിച്ച് അത് തബ്ദീർ ദുർവിനിയം എന്നതിനെപ്പറ്റി പറയില്ല, അത് ധൂർത്തുന്നതിനെ പറ്റി പറയില്ല. ആവശ്യത്തിൽ അധികം വരുമ്പോഴാണ് ധൂർത്താവൽ. ഇപ്പം കണ്ടില്ല, ഇപ്പം നമുക്ക് AC ഉപയോഗിക്കണം, ഇതൊരു കുഴപ്പമില്ല. നമ്മളെ വ്യാപാരമൊന്നും ഇവിടെ എയർ കണ്ടീഷൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഉപയോഗിക്കില്ല നമ്മൾ ആരെയും പറയുകയാണെങ്കിൽ നമ്മൾ ഊളം പാർക്കോ അല്ലെങ്കിൽ കുതിരവട്ടത്തൊക്കെ പിടിച്ചുകൊണ്ടുപോകും. അവന് സുഖമില്ല, തുടക്കാണെന്നേ പറയുള്ളൂ. ഫാൻ ഉപയോഗിക്കില്ല, വാപ്പൊക്കെ വിശറിയോടാണ് ഞാൻ നടന്നേ പോവുള്ളൂ. നടന്നു പോകണോ പോയിക്കോട്ടെ. അത് ഞാൻ കപ്പൽ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ പ്ലെയിൻ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ബസ് ഉപയോഗിക്കില്ല, കാർ ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു വിഡ്ഢിത്തായിട്ട് നമ്മൾ കണക്കാക്കും. കാരണം കാലം പുരോഗമിക്കുന്നതനുസരിച്ച് കാലത്ത് നടന്നു വരുന്ന ശാസ്ത്ര സാങ്കേതികമാവുന്ന സൗകര്യങ്ങൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇത് അമ്പിയാക്കന്മാർ ഉപയോഗപ്പെടുത്തിയതാണ്. ഈ എല്ലാ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളും മഹാനാവുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. സർവ്വ അമ്പിയാക്കന്മാർക്കും അതറിയുന്നു. അവർ ഈ ശാസ്ത്ര സാങ്കേതികമാവുന്ന അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചല്ല അവരതൊക്കെ ഉപയോഗിച്ചത്. അവരത് ഉപയോഗിക്കാനുള്ള ഒരു ഇലാഹിയാവുന്ന ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവർ ആകാശത്ത് കൂടി പറന്നില്ലേ, പ്ലെയിനൊന്നും ഒന്നും ചെയ്യുന്നല്ലോ, അല്ലെങ്കിൽ മറ്റുള്ള പറക്കാൻ പറ്റിയ യന്ത്രങ്ങളൊന്നും ചെയ്യുന്നല്ലോ, ആകാശത്ത് കൂടി പറന്നവരില്ല. അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കാലെടുത്ത് വെച്ചാൽ ആ സ്ഥലത്ത് അവരെത്തിപ്പെട്ടു. പോണ സമയത്ത് മഹാനാവുന്ന യൂസൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുദ്ധം ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോയി. സൂര്യനോട് യൂസൈ നബി പറഞ്ഞു, ഖഫിയാ സംസ്, സൂര്യനെ ഇനി അവിടെ നിൽക്കുക. ഫൈനക്ക് മൗമൂർ അവാന മൗമൂർ, നിന്നോടും കൽപ്പനുണ്ട് എന്നോടും കൽപ്പനുണ്ട്. എന്നോടുള്ള കൽപ്പന താൻ എന്നോട് നിൽക്കണം എന്ന് പറയണമെന്ന്. നിന്നോടുള്ള കൽപ്പന ഞാൻ എന്ന ശബ്ദത്തിലല്ലേ പറയണത്. ഒരു ഭൂമി കണ്ടാൽ ആ ഭൂമിയിൽ എന്ത് സംഭവിക്കും അവർക്ക് പറയാൻ കഴിഞ്ഞു. മഹാനാവുന്ന അലി റളിയല്ലാഹു തആല അൻഹു കൂഫയിൽ കൂടെ പോകുമ്പോൾ മൂപ്പര് കൂഫയുള്ള ഭൂമിയിലേക്ക് കൈ കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവിടെ ആവും റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിൽപ്പെട്ടതായ കുറേ യുവാക്കളെ കൊല ചെയ്യപ്പെടുക, അവർക്കുള്ളതായ ഖബറുകൾ അവിടെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ആ ഭൂമി കണ്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? അത് ആ ഭൂമി കണ്ട് ഭൂമിയിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങൾ അത് മനസ്സിലാക്കാനുള്ളതായ പ്രത്യേകമാവുന്ന ചില അടയാളങ്ങൾ ആ ഭൂമിയിലുണ്ട്. അത് ശാസ്ത്ര സാങ്കേതികമാവുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കാം, ഇലാഹിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കാം. ഇതാണ് മനുഷ്യന് തഖ്വ ഉണ്ടായി കഴിഞ്ഞാലുള്ളതായ ഗുണം.
അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. കഴിയണത്ര നമ്മൾ ഇസ്തിഖീമു വലം തുതീഖൂന. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന സ്വഭാവമാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്ത് നിങ്ങൾ കഴിയണമെന്നുണ്ടാക്കി തീർക്കണം, അത് ഉണ്ടാക്കി തീർക്കണം, കഴിയണമായിരിക്കുന്ന വലം തുതീഖൂ. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കണം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ ഉയർന്ന സ്വഭാവം, സർവ്വസമയത്തും അല്ലാഹുവിൻ്റെ തിരുഹദറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. ആ ഒരു നിലക്ക് ജീവിക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് കഴിയൂല. ചില സമയത്ത് നമ്മളെ മനസ്സുന്നത് പോയിക്കളും, അപ്പോഴാണ് നമ്മളൊക്കെ തെറ്റ് ചെയ്യണത്. അതുകൊണ്ടാണ് വലം തുതീഖൂ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഉണ്ടാക്കി തീർക്കുക. അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ലൻ യുതീഖഹാ ഇല്ലൽ അകാബിർ. അത് വലിയവർക്ക് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുള്ളൂ, നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അത് കഴിയൂല. പക്ഷേ ഇസ്തിഖീമു, നിങ്ങളിൽ നിന്നും ആ സ്വഭാവം ഉണ്ടാവണം. അത് കഴിയണത്രങ്ങളിൽ നിന്ന് ആ സ്വഭാവം ഉണ്ടാവണം. ആ സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? നമ്മൾ അങ്ങനെ നമ്മൾ എന്ത് അമൽ ചെയ്യുമ്പോഴോ അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചു കൊണ്ടിട്ട് ഇഖ്ലാസോടുകൂടെ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് വെക്കുക. ഇഫ്റാദുൽ ഹഖ് സുബ്ഹാനഹു വ തആല ബിത്തഅത്ത്, അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടിട്ട് അമൽ ചെയ്യുക. അത് വേറെ വല്ല ഭൗതികമാവുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭൗതികമാവുന്ന വല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളെ പ്രശംസിക്കപ്പെടാൻ വേണ്ടിയോ അങ്ങനത്തെ കാര്യം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറേ ധനം കൊടുത്തു നോക്കുക ഒരാൾ, അത് ഒരു സംഘടനക്കോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോ നമ്മളെന്താക്കി സംഭാവന ചെയ്താൽ അത് നമ്മൾ വലിയ സംഭാവന ചെയ്യണതായ ആളാണ്, നമ്മൾ വലിയ ധർമ്മിഷ്ഠനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് വന്നൊക്കെ നോക്കുക. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ എനിക്ക് വട്ടപൂജയായിരിക്കും ഉണ്ടാവുക. കാരണം അള്ളാഹുവിൻ്റെ വജ്ഹിനെ, അപ്പോൾ ഏത് അമലുകൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വജ്ഹുകൾ ഉദ്ദേശിച്ചു കൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഉവസ്സിദ്ഖു മഅൽ ഹഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആലാനോട് കൂടെ എന്തായിക്കള വഹുസ്നുൽ ഖുലുഖി മഅൽ ഖൽഖ്. ഇതാണ് അടിസ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വ തആലാനോട് കൂടെ നമ്മൾ എന്തായിക്കള ഇവിടെ ഇടപാട് ചെയ്യുന്നവരാണ് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. അതിൻ്റേതായ ഒരു പൂർണ്ണമായി ഒരു സത്യം പുലർത്തുന്നതായ ഒരവസ്ഥ. നമ്മൾ എന്ത് ഉദ്ദേശം വെച്ച് ഏത് ഇബാദത്തുകൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അപ്പം അതിൽ പൂർണ്ണമായും കൊണ്ടിട്ട് നമ്മൾ സത്യം പുലർത്തുന്ന ആളുകളാവണം. മറ്റുള്ള എല്ലാ ജനങ്ങളോട് കൂടിയുള്ളതായ നമ്മുടെ പെരുമാറ്റം അത് നല്ല പെരുമാറ്റവും വേണം. ഈ ഒരവസ്ഥ, ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്. ഈ അടിസ്ഥാന തത്വത്തിലായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ, അതാണ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരാവുന്നതായ അയിമത്ത്, മഹാന്മാരാവുന്ന മശായിഖന്മാർ ഈ തത്വം പറഞ്ഞപ്പോൾ ആ തത്വത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞത് എന്താ? തഖ്വല്ലാഹി വ തആതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ദിഖു മഅൽ ഹഖ് എന്ന് പറഞ്ഞാൽ തഖ്വല്ലാഹി വ തആതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൂർണ്ണമായും കൊണ്ട് വഴിപ്പെട്ട് ജീവിക്കാം. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹറാമെന്ന് ഒഴിഞ്ഞിക്കണം, കറാത്തുനിന്ന് ഒഴിഞ്ഞിക്കേണ്ടത് തന്നെയാണ്, ഖിലാഫുൽ ഔലയിൽ നിന്നും ഒഴിഞ്ഞിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് അത് കഴിയൂല. അപ്പോൾ കഴിയണത്ര നമ്മളതിൽ നിന്നുണ്ടാക്കണം, ഒഴിഞ്ഞു നിൽക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. കറാത്ത് ഖിലാഫുൽ അത് ശിക്ഷകളിൽ നിന്ന് മാത്രം ഒഴിഞ്ഞിക്കുക എന്നല്ല. ഹറാമെന്ന് പറഞ്ഞത് അതിൻ്റെ മേൽ ശിക്ഷകളുണ്ടാവും, അത് മഅസിയത്താണ്. അപ്പം മഅസിയത്താവട്ടെ മഅസിയത്തല്ലാതിരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ നിരോധിച്ച ഏതെല്ലാം സംഗതികളുണ്ടോ ഇന്നൊക്കെ ഒഴിഞ്ഞിക്കിടന്ന ഷറഇൻ്റെ ആ വാഹിർ അനുസരിച്ച് അതിന് നമ്മൾ എന്താക്കണം, ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അതാണ് വഅമാലിൻ മുഖയ്യദത്തിൻ ബി ശരീഅത്തില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ശരീഅത്ത്, ആ ശരീഅത്തിൻ്റെ ബൗണ്ടറിയിലായി കൊണ്ട് പൂർണ്ണമായി ഒതുങ്ങിന്നും കൊണ്ടുള്ള പ്രവർത്തനങ്ങളാവണം നമ്മൾ ഇന്നുണ്ടാവേണ്ടത്. പിന്നെ വസലാമത്തു സദർ, നമ്മളെ ഹൃദയത്തിനക്ക് വിശുദ്ധി ഉണ്ടാവണം. ഹൃദയത്തിൽ മോശമായ സ്വഭാവങ്ങളുണ്ടല്ലോ, കിബിർ, അസദ്, ഉജ്ബ്, റിയാഹ് പോലത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കെണി ഉണ്ടാക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുക, ഒളിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ ഇങ്ങനത്തതായ മോശമായ സ്വഭാവങ്ങൾ, ഹസദ്, അസൂയ, പിന്നെ കിബിർ, ഉജ്ബ് പോലത്തെ സ്വഭാവങ്ങൾ ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ലത്. അതിൽ നിന്ന് നമ്മൾ എന്താക്കണം, ഒഴിഞ്ഞു നിൽക്കുകയും വേണം. പിന്നെ വസഫാഉ നഫ്സ്, അതും ഏകദേശം അതുപോലെ തന്നെ. മഹാന്മാരാവുന്ന ആളുകളൊക്കെ കണ്ടില്ലേ, അവരെ സർവ്വ അവയവങ്ങൾ വരെ, ആ അവയവങ്ങളെ കൊണ്ട് എന്തെങ്കിലും നിലക്കുള്ള ഒരു തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ
ആ തിന്മക്ക് ആ അവയവങ്ങൾ വഴിപ്പെടൂല എന്നാ. ആ നിലക്ക് അവയവങ്ങളെ വിശുദ്ധാക്കണം എന്നാ. അത് നമ്മൾക്ക് ഏതെങ്കിലും തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ആ തിന്മ ചെയ്യണ അവയവത്തിനായി വഴിപ്പെടാതെ ഇരിക്കാൻ നമുക്ക് കഴിയോ? മഹാന്മാരങ്ങനല്ല. ഒരാൾ വ്യഭിചരിക്കണമെന്ന് ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ കക്കണമെന്ന് ഉദ്ദേശിച്ചു. എന്തുകൊണ്ടാണ് കക്കണത്? കൈയോട് വെക്കണമെങ്കിൽ കയ്യതിന് വഴിപ്പെടൂല. വ്യഭിചരിക്കണമെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് വ്യഭിചരിക്കണത്? വ്യഭിചരിക്കണ ആയുധത്തിന് വഴിപ്പെടൂല. ഒരു ഹറാമായ സംഗതിനെ നോക്കാൻ ഉദ്ദേശിച്ചാൽ ആ സംഗതിനെ നോക്കാൻ അവരെ കണ്ണതിന് വഴിപ്പെടൂല. ഈ അവസ്ഥ നമ്മളെ കണ്ണിനിക്ക് ഉണ്ടാക്കി തീർക്കണം, ഈ അവസ്ഥ നമ്മളെ കാതിനിക്ക് ഉണ്ടാക്കി തീർക്കണം. ആ നിലക്കുള്ളതായ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ മാലിന്യത്തിന് നേതൃത്വം കൊടുത്താൽ ആ നേതൃത്വം ജനങ്ങൾ ഉൾക്കൊള്ളുള്ളൂ. അത് പണ്ഡിതന്മാരിലുണ്ടായിത്തീരണം. എന്നാലേ പണ്ഡിതന്മാർ പറയുന്നത് ഉൾക്കൊള്ളാൻ ജനങ്ങൾ എന്താവുള്ളൂ, തയ്യാറാവുള്ളൂ. ഈ അവസ്ഥ ഒന്നും നമ്മളിലുണ്ടോ? അതുപോലെ തന്നെ ഒക്കഫുല്ലാതാണ്. ഒരു മനുഷ്യർക്ക് ഒരു ഉപദ്രവവും നമ്മൾ ചെയ്യാൻ പാടില്ല. എല്ലാ ഉപദ്രവങ്ങളെ തൊട്ട് നമ്മൾ എന്താക്കണം? ഒഴിഞ്ഞു നിൽക്കണം. തഹമ്മുലില്ലാതെ പലരിൽ നിന്നും പല ഉപദ്രവങ്ങളും പല ആക്ഷേപങ്ങളും പല അധിക്ഷേപങ്ങളും വിമർശനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ സഹിക്കാൻ നമ്മളെന്താവണം? തയ്യാറാവുകയും വേണം. ഒരു ഫഖർ, മറ്റൊന്ന് ദരിദ്രം. എപ്പോഴും ദരിദ്രം നമ്മളെ പിന്നിൽ കൂടിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് നിൽക്കണം. ഈ ദരിദ്രം അകറ്റപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അനിയന്ത്രിതമായ മാർഗത്തിൽ കൂടി ജനങ്ങൾ സമ്പാദിക്കാം. ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാവും. ഇന്ന് അങ്ങനെയല്ലേ? ഇന്ന് ഹറാമാണോ ഇഷ്ടപ്പെടുന്നത്, ഹറാമാണോ ഹലാലാണോ എന്നല്ല നോക്കണത്. എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കണം എന്നുള്ളതാണ്. ഈ സമ്പാദിക്കപ്പെടുന്ന ധനത്തിലുള്ള ബർക്കത്തിലത് ഉയർത്തപ്പെട്ടിട്ട് ഇത് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് തയ്യുന്നുണ്ടോ? ഏതൊരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കിട്ടിയ അത്ര പോരെന്ന് അതിനേക്കാൾ അധികം കിട്ടണമെന്നാണ് ഓരോരുത്തരും ചിന്തി. അങ്ങനെ തന്നെയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയില്ലേ? ഹുർമാത്തിൽ മശായിഖ്, മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, നമ്മൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ, ഇവർക്കുണ്ടാവുന്നതായ അവർക്കുള്ള ബഹുമാന ആദരവിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അതുണ്ട്. മുമ്പ് ബഹുമാനപ്പെട്ട ഖുത്ബി തങ്ങൾ ഇങ്ങനെ പറയപ്പെടലുണ്ട്. ഖുത്ബി മുമ്പ് ചൊക്ലിന്ന് വരും എന്ന് പറയുമ്പോൾ മൂപ്പര നാട്, ഞങ്ങളൊക്കെ നാടിൻ്റെ അടുത്ത് തിരങ്ങാടിക്ക് അടുത്ത കൊടുവായൂരാണ് മൂപ്പര നാട്. അപ്പോൾ മൂപ്പര് ചൊക്ലിക്ക് താമസം മാറ്റി. അപ്പോൾ ചൊക്ലിന്ന് മൂപ്പര് വരുമെന്ന് കേൾക്കുമ്പോൾ അന്ന് കാലഘട്ടത്തിൽ ചമ്മാടങ്ങാടിയിലും തിരങ്ങാടി ആ ഭാഗത്തുള്ള ആളുകളൊക്കെ പിന്നെ അത് മൂപ്പര് എന്തോ നാളെ വരാൻ സാധ്യത ഉണ്ടെന്ന് നിലക്ക് തുണി മണക്കൂത്തിവർ മണക്കൂത്തൊക്കെ കഴിച്ചു കൊണ്ടിട്ട് മൂപ്പരെ സ്വീകരിക്കാൻ നിൽക്കുന്ന. അതാണ് വൈഫുദു ഹുർമാത്തിൽ മശായിഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഏതെല്ലാം വസ്തുക്കളുണ്ടോ, ഏതെല്ലാം സാധനങ്ങളുണ്ടോ, ഏതെല്ലാം ദിവസങ്ങളുണ്ടോ, ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ, ഇതിനെ ആദരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത് ദീൻ്റെ ഒരു അവസ്ഥ, ഒരു ഭാഗമല്ലത്. ഇതൊന്നും നമ്മളിൽ പള്ളി മുമ്പൊക്കെ നമ്മളെ പള്ളിയുടെ മുന്നിൽ കൂടി പ്രകടനം പോകുമ്പോൾ നമ്മളാരും മുദ്രാവാക്യം വിളിക്കാറില്ല, മറ്റുള്ളവർ മുദ്രാവാക്യം. ഇന്ന് പള്ളിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ ചാടി കളിച്ച് വിളിക്കുന്നത്. അപ്പോൾ മറ്റവർക്ക് മനസ്സിലായി ഇതൊന്നും ആദരിക്കപ്പെടേണ്ട ഒന്നല്ല, നമുക്കൊന്ന് കൂടി വിളിച്ചുകൂടെയെന്ന്. ഈ ഒരു അവസ്ഥ നമ്മളിൽ വന്നില്ല. ഞാനിപ്പോൾ പല പള്ളീൻ്റെ മുന്നിലും ഇരിക്കുമ്പോൾ അവിടെ പല ഹൈന്ദവ സുഹൃത്തുക്കൾ വന്നുകൊണ്ട് ആ പള്ളിനോടുള്ള ആദരവ് ബഹുമാനാർത്ഥം അവർ ജോലിക്ക് പോകുമ്പോൾ അവിടെ വന്ന് കൈ കൂപ്പിയൊക്കെ പോകണ പല ആളുകളുണ്ടാവും. നമുക്ക് ആ നിലക്കുള്ളൊരു ബഹുമാനം നമ്മുടെ മനസ്സിൽ പള്ളിനോടുണ്ടോ? ഈ ബഹുമാനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളെ ഹൃദയം, നമ്മൾ എന്തിനു പറ്റും? മഹാനാവുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് രൂപത്ത് കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കപ്പെട്ടപ്പോൾ തൂർ സിനാ പർവ്വതത്തിൻ്റെ തായ്വരയിലേക്ക് വരുമ്പോൾ മൂപ്പരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ മൂസ ഇന്നി അനല്ലാഹ് ഫഖ്റനാലേക്ക്. മൂസ, ഞാൻ അള്ളയാണ്. നുബുവത്താവുന്ന ഏറ്റവും വലിയൊരു സാക്ഷ്യപത്രം, അതിനേക്കാൾ ഉയർന്നൊരു സാക്ഷി, ഒരു ബഹുമതി ഇവിടെ ഇല്ല. ഈ ബഹുമതി തരാൻ വേണ്ടിയാണ് നിങ്ങളെ കണ്ടു വിളിച്ചത്. ചെരുപ്പ് ഊരി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, സ്വല്ലിയാവൂല റക്കായത്തേന്, ഇവിടുന്ന് 2 റക്കായത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കാരണം ജിബ്രീൽ പറഞ്ഞു, എന്താ ഇവിടുന്ന് നിസ്കരിക്കാൻ പറഞ്ഞതെന്ന് അറിയോ? ഹാദാ ബൈത്തുലഹമീൻ, ഇത് ബത്ലഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫീഹി ഉലിദ ഈസ, ഇവിടെയാണ് ഈസ നബിനെ പ്രസവിക്കപ്പെട്ടതെന്ന്. 2 റക്കായത്ത് അവിടെ നിസ്കരിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈസ നബിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമായത് കൊണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ അതാണ് വൈഫുദു ഹുർമാത്തിൽ മശായിഖ്. അപ്പോൾ മഹാന്മാർക്കുള്ളതായ അവരോട് ബന്ധപ്പെട്ട സർവ്വസംഗതികളെയും അതിനെ ആദരിച്ച് ബഹുമാനിച്ച് നിന്നുപോയ ഈ ഒരു അവസ്ഥ ഇത് നിന്ന് നമുക്കുണ്ടാവല്ലോ. ഷറത്തു മഅന്നാസ്, ഏത് വിഭാഗം ആളുകളാണെങ്കിലും അവർ നമ്മളെ മതസ്ഥരാവട്ടെ അല്ലാത്ത മതസ്ഥരാവട്ടെ, ഇതല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രഖ്യാപിതമാവുന്ന അതിൻ്റെ ഒരു ലക്ഷ്യത്തിൽപ്പെട്ട ഒന്നാണ്. അതിൻ്റെ ഭരണഘടനയിൽ എഴുതപ്പെട്ടതാണത്. ജനങ്ങളോട് കൂടിയുള്ളതായ ആ സൗഹാർദ്ദം അത് നിലനിർത്താം. സ്വന്തം സമുദായങ്ങളോടും സ്വന്തം മതക്കാരോടുള്ളതായ സൗഹാർദ്ദം വേണം.
മറ്റുള്ള മതക്കാരോടുള്ള സൗഹൃദം വേണം. ഇതൊക്കെ നമ്മളുണ്ടാവണ്ടേ? അതുപോലെ തന്നെ ഇതുപോലുള്ളതായ മറ്റ് ഒരുപാട് നന്മകൾ മഹാന്മാർ ഇനി പറഞ്ഞിട്ടുണ്ട്. ഈ നന്മകളൊക്കെ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നിർവഹിക്കാൻ അതിനൊന്നും എല്ലാവരും തയ്യാറാണ്. പല ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെ നിയ്യത്ത് എത്ര ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇഖ്ലാസ് എത്ര ഉണ്ട്, അതനുസരിച്ചായിരിക്കും പ്രതിഫലം കിട്ടുക. പക്ഷേ അത് നിയ്യത്ത് എന്നായിക്കൊണ്ട് ആ സംഗതികൾ നമ്മൾ ചെയ്യണം. അപ്പം ഇങ്ങനെ തുടങ്ങിയതായ നമ്മൾ ബന്ധപ്പെടാൻ പറ്റിയ ആളുകളായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. തമ്മാടികളായിട്ട് ഇതാ കുന്ത ഫീ ഖൗബിൻ ഫസാഹിബ് ഖിയാറഹും വഇൻ തസ്ബിൽ അർദ ഫതർദ മഅ റദീന. എവിടെയാണെങ്കിലും നല്ലവരോട് സഹകരിക്കാൻ വേണ്ടി നീ തയ്യാറാവണമെന്നാണ്. നല്ലവരോട് സഹകരിക്കാൻ നീ തയ്യാറായിട്ടില്ലെങ്കിലോ ഫതർദ മഅ റദി, അവരുടെ കൂടെ നീയും അധപതിച്ചു പോകും. അപ്പം നമ്മളൊക്കെ ജീവിത രീതി ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. ഈ മഹല്ല് ജമാഅത്തിൻ്റെ പ്രതിനിധികളാണെങ്കിലും മഹല്ലിന് നേതൃത്വം കൊടുക്കുന്നവരാണെങ്കിലും സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണെങ്കിലും അതിൻ്റെ ഉപസംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരോടും പറയാനുള്ളതാണ്, നമ്മുടെ ജീവിത രീതി നമ്മൾ ആദ്യം എന്താക്കണം, മാറ്റണം. ഭൗതികമായ താല്പര്യങ്ങൾ നമ്മളെ ലക്ഷ്യമാവരുത്. ഭൗതിക സുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും, അതിന് കുഴപ്പമില്ല, അത് നമ്മളെ ലക്ഷ്യമാവാൻ പാടില്ല. അതിന് വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഭൗതിക സൗകര്യങ്ങളൊക്കെ വരും, നമ്മൾ അള്ളാഹുവിൻ്റെ വചനം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഇവിടെ അള്ളാഹുവിൻ്റെ വചനം ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ദീൻ നടത്തിയ ആരെങ്കിലും ഒരാൾ ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ടോ? ആരും പരാജയപ്പെട്ടില്ല. പക്ഷേ ആ നിലക്കുള്ള ഒരു തഖ്വ നമ്മുടെ ഹൃദയത്തിൽ വരണ്ടേ? ആ നിലക്കുള്ളതായ ഒരു നന്മ ചെയ്യാനുള്ളൊരു സ്വഭാവ ഗുണം നമ്മളിൽ ഉണ്ടാവണ്ടേ? ഇത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിൽ താല്പര്യം മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ പ്രവർത്തിക്കുകയല്ല വേണ്ടത്. പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനം എന്താവണം? പ്രയോജനമാവണം. അത് പ്രയോജനമാവാൻ പറ്റിയതായ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മൾ എല്ലാവരും എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഓർക്കണം എന്നല്ലേ? ഏതെങ്കിലും ഒരു ദിവസത്തിലുള്ള ഒരു ദിക്റിനെ ഒരാൾ വിട്ടു കഴിഞ്ഞാൽ ഇങ്ങത്തെ അനുഭവം മദദു തിൽക്കൽ ദാലിക്കൽ യൗമ, ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതായ സഹായം എനിക്ക് ഉണ്ടാവില്ല. പിന്നെ സഹായം ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ളതായ സഹായം, ആ സഹായം അവിടെ തടയപ്പെടും. അപ്പോൾ ഇനി സഹായം കിട്ടിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കപ്പെട്ട രൂപത്തിലുള്ളതായ സഹായങ്ങളാവൂലത്. സംഗതി വല്ലതും കിട്ടൂല എന്നുള്ളതല്ല. ചിലപ്പോൾ ഇപ്പം അങ്ങനെയല്ലേ, ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണങ്ങളൊക്കെ കിട്ടിയാൽ മതി. ഈ പൈസ കൊടുക്കും. മുമ്പ് കണ്ണീത്ത് ഉസ്താദിന് ആരെങ്കിലും പൈസ കൊടുത്താൽ അധിക പൈസ ഈ മുമ്പ് ചോദിക്കുന്നത് ഇവിടുന്ന് കിട്ടിയത് ഇത്ര കൊടുന്നതിനുള്ള കാരണം എന്താണ്, ഈ പൈസയുടെ അടിസ്ഥാനം എന്താണെന്നൊക്കെ ചോദിക്കും. എന്നാൽ അങ്ങനെയല്ലല്ലോ, നമ്മൾ ആര് കൊടുന്നു വന്നാലും നമ്മളെല്ലാം വാങ്ങും, നമുക്കൊരു പ്രശ്നമില്ല. എങ്ങനെ കിട്ടിയാലും പിന്നെ കുറേ കഴിയുമ്പോഴാണ് ഇപ്പം ബാങ്ക് കൊള്ള അടിച്ചവരാണെന്ന് കേൾക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തവരാണെന്ന് കേൾക്കുന്നത്, അല്ലെങ്കിൽ കട്ട് കൊടുത്തതാണെന്ന് കേൾക്കുന്നത്, അല്ലെങ്കിൽ മറ്റു വല്ല പിന്നെ ചെയ്യാൻ പറ്റാത്തതായ വല്ല ബിസിനസ് ചെയ്ത് കണ്ട ഇന്ന് ഉണ്ടാക്കിയ പൈസ എന്നൊക്കെ. നമുക്ക് എന്ത് അങ്ങനത്തെ ആളുകൾ എന്ത് കൊടുത്തു വന്നാലും എല്ലാം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. പള്ളിക്കും മദ്രസക്കൊക്കെ നമ്മൾ സംഭാവനയൊക്കെ വാങ്ങുമ്പോഴേ നമ്മളെ പഴയ പള്ളികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വാപ്പന്മാരൊക്കെ ഒരു ഹറാമായത് ഒന്ന് ഇതിൽ കലർത്താത്ത നിലക്ക് നിർമ്മിക്കപ്പെട്ട പള്ളികളാണ്. ഹറാമായ പൈസ കൊണ്ട് പള്ളി എടുത്താലായിട്ട് ഹുക്കം എന്താണെന്നല്ല ഞാൻ പറയണത്, മസൂബായ ഭൂമിയിൽ പള്ളി എടുത്താലായിട്ട് ഹുക്കം എന്താണെന്നല്ല പറഞ്ഞത്. അവരൊക്കെ അതിനെന്തായി വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അവർ ചെയ്ത്. പഴയ നമ്മളെ മദ്രസകൾ, ആ മദ്രസകളൊന്നും ഒരു കല്ല് നല്ലൊരു മണ്ണിൻ്റെ തരി പോലും ഹറാമായിൽ വന്നു കൂടിയിട്ടുണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? നമ്മളെ വാപ്പന്മാരൊക്കെ ശ്രദ്ധിച്ചിരുന്ന് അവർ തെക്കുണ്ടായിരുന്നു. അവർ ദീൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഈ ഒരു ബോധം നമ്മളിൽ ഇല്ലാതെയായിപ്പോയി. നമ്മൾ ഓരോരുത്തർക്കും ഓരോ സംഘടനകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ നടക്കണം. ഇതുകൊണ്ടൊക്കെ ബാഹ്യമായ നിലക്കുള്ള ഒരു പ്രകടനങ്ങളാണ് ഇതൊക്കെ. അതാ മനസ്സിലായി. അൽ അഅ്മാലു സുവറുൻ ഖായിമ വ റൂഹുഹ അൽ ഇഖ്ലാസ് എന്ന മഹാന്മാർ പറഞ്ഞത്. പ്രകടമാവുന്ന പല സംഗതികൾ ഇവിടെ ഉണ്ടാവും, അത് പോരാ. ഇഖ്ലാസാണ് അതിൻ്റെ അടിസ്ഥാനം. ഈ ഇഖ്ലാസ് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മൾ യഥാർത്ഥ മോമിനികളായിക്കൊണ്ട് കഴിയണത്രേ, അതല്ലേ നമ്മളോട് കൽപ്പന, കഴിയണത്ര നമ്മൾ എന്താവണം, നമ്മളെ ഈമാൻ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിശുദ്ധ ഖുർആനിൽ വിളിച്ച് പറഞ്ഞെന്താ? ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകണ ഒരു വിശുദ്ധമാവുന്ന അള്ളാഹുവിൻ്റെ ഒരു നൂറാണ്. ഈ നൂറിനെ നിങ്ങൾ വികസിപ്പിച്ചെടുക്കണം എന്നാണ്. ആ വികസിപ്പിച്ചെടുക്കാനാണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയേണ്ടത്. നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ നോമ്പൊലിച്ച്, നിങ്ങൾ ഹജ്ജ് ചെയ്യും, നിങ്ങൾ സദഖ ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ കൂടിയൊക്കെ നിങ്ങളെ ഈമാൻ നിങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് ഇവിടെ കൂടിയതായ എല്ലാ നേതാക്കന്മാരോടും എല്ലാ പ്രവർത്തകരോടും മഹല്ലിൻ്റെ ആളുകളോടൊക്കെ പറയാനുള്ളത്,
നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ ഇഖ്ലാസോട് കൂടിയാവുക. ഏതെങ്കിലും പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നിലക്കുള്ളതായ പിന്നെ ദുരുദ്ദേശങ്ങൾ അതിൻ്റെ ഉള്ളിൽ കടത്തിക്കൊണ്ടാവരുത് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഒക്കെ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി പ്രവർത്തിക്കുക, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം. ആ ലക്ഷ്യങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ്. അതിൽപ്പെട്ടതാണ് മഹല്ലുകളിലൊക്കെ നമ്മൾ എന്താവണം, ദീനിൻ്റെ സ്വഭാവത്തിൽ നിലനിർത്തുക എന്ന് പറഞ്ഞു. മഹല്ലുകളിലൊക്കെ ദീനുണ്ടാവണം. ആ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ ദീൻ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മളിൽ. ആ പ്രവർത്തനം നമ്മൾ അവരോട് കൽപ്പിക്കുമ്പോൾ അതുള്ളവരാവണം നമ്മൾ. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ 2 റക്അത്ത് റൂപ് സ്കെച്ചോന്നാണ് മൊലിയർ അത് പറഞ്ഞു കാണും. മൊലിയർ റൂപ് പോയി കിടന്നു തുടങ്ങി. ഇക്കാമത്ത് കൊടുക്കാൻ നേരത്തെ വന്ന് കയറ്റുമ്പോൾ ആൾക്കാർ വിചാരിച്ചു ഉച്ചക്കാനിക്ക് ഈ പരിപാടിയൊന്നും അറിയാം, ഇയാൾക്ക് ഇത് വേണ്ടേന്ന്. അത് ഈ നാട്ടിലെ കമ്മിറ്റിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയാണ്. അവനിങ്ങനെ എന്തെങ്കിലും നന്മ ഒരാളോട് ഉപദേശിച്ചു നോക്കാം. അവന് അത് പല മഹല്ലത്തുകളിലുള്ള പ്രശ്നങ്ങളാണ്. കാരണം മഹല്ല് കമ്മിറ്റി പലതും നിശ്ചയിക്കും. കല്യാണത്തിന് ചില മര്യാദകളൊക്കെ ചില നമ്മളെ വലിയ റെക്കോർഡുകളുണ്ടല്ലോ. കല്യാണത്തിൽ പല ചോറും വെക്കാൻ, എന്താ കല്യാണത്തിൽ പല ചോറും വെച്ചുകൊണ്ട് പോയപ്പോൾ കല്യാണത്തിൽ 2-3 ചോറുണ്ടാക്കാൻ പാടില്ലേ? കല്യാണത്തിൽ 2-3 ചോറ് വെക്കുക. ചോറ് അമിതമായി വെക്കാൻ പാടില്ല എന്നേ പറ്റുള്ളൂ. കല്യാണത്തിൽ നമ്മൾ ഒരാളെ വിരുന്ന് കഴിക്കുമ്പോൾ ആ വരുന്ന വിരുന്നുകാരൻ്റെ അനുസരിച്ചായിരിക്കും ബഹുമാനം. അപ്പോൾ 2-3 ചോറുണ്ടാക്കേണ്ടല്ല പ്രശ്നം. അത് കല്യാണത്തിൽ പല നിയമങ്ങളും ഹറാമായ സംഗതികൾ ചിലത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. അത് ശരിയാണ്. ചിലത് മുബാഹായ സംഗതികളെ കാരണം അത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്തോ ആവട്ടെ. ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കമ്മിറ്റി പ്രസിഡൻറ്റിൻ്റെയോ കമ്മിറ്റി സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരുടെ വീട്ടിലായൊന്നും ബാധകമാവില്ല. ഇതാണ് പ്രശ്നം. അപ്പം ജനങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾ തയ്യാറാവില്ല. അപ്പം നമ്മൾ നിയമങ്ങളൊക്കെ പാസ്സാക്കിക്കൊണ്ട് നടന്നാൽ മാത്രം പോരാ. ഇത് ഉൾക്കൊള്ളാനും ഇത് പ്രാവർത്തികമാക്കാനും നമ്മളാദ്യം തയ്യാറാവണം. അപ്പോൾ അതുകൊണ്ട് മഹല്ല് ഭാരവാഹികളോടും ഇവിടെ കൂടിയ പണ്ഡിതന്മാരോടും മറ്റുള്ളവരോടൊക്കെ കർശനമായി പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ വ്യക്തിതാക്കളായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ പ്രവർത്തനങ്ങളിലൊന്നും ഒരു നിലക്കുള്ള നിഫാഖ് വന്നു കൂടാൻ പാടില്ല. എന്തെങ്കിലും നിലക്കുള്ള ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിട്ട് ബാഹ്യമായ നിലക്ക് നല്ല പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം നമ്മളൊക്കെ മുത്തഖീകളാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മളെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധമാക്കണം. കഴിയുന്നതും നമ്മൾ ഹറാമിൽ നിന്ന് ഒഴിവായി നിൽക്കൽ കഴിയുന്നതല്ല, നിർബന്ധമായിട്ട് ഹറാമിൽ നിന്ന് ഒഴിവായി നിൽക്കണം. കഴിയുന്നതും കറാഹത്ത് ഖിലാഫുലവലിൽ നിന്ന് ഒഴിവായി നിൽക്കണം. ഹറാമോ ശുബഹത്തോ ആവുന്നതായ ശുബഹത്ത് വരെ നമ്മൾ തൊടാൻ പാടില്ല എന്നാണ്. പക്ഷേ ശുബഹത്തായിക്കൊണ്ടുള്ള സംഗതികൾ അത് ഒരു പറയിനൊരു എതിരെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹറാമായ സംഗതികളോ അതിന് നിർബന്ധമായി ഒഴിഞ്ഞിക്കണ്ടേ? ഇതിന്ന് ഒഴിഞ്ഞു നിൽക്കാത്ത പ്രവർത്തനങ്ങളായിരിക്കും നമ്മളിൽ നിന്നുണ്ടാവുന്നത്. ആ നിലക്ക് നമ്മൾ നേതൃത്വം നൽകുകയും ചെയ്താൽ ഈ അവസ്ഥയ്ക്കായിരിക്കും ലോകത്തുണ്ടാവും, ഈ രാജ്യത്തുണ്ടാവുന്നത്. പിന്നെ ഈ അവസ്ഥ നാട്ടിലുള്ള അവസ്ഥ മോശമാണ്, നാട്ടുകാരുടെ അവസ്ഥ മോശമാണ്, മഹല്ലത്തിലെ അവസ്ഥ മോശമാണെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തെങ്ങിക്കരഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം എല്ലാവരും നന്നാവാൻ വേണ്ടി ശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ 100ാം വാർഷികം ഇവിടെ അടുക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടി ഓരോരുത്തരും സന്നദ്ധരാവണം എന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സദസ്സിൽ അല്ലാഹു എല്ലാ നിലക്കുള്ള ബർക്കത്തും ഹൈറുമൊക്കെ വർദ്ധിപ്പിച്ചിട്ട് ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു ഹൈറും ബർക്കത്തൊക്കെ ചെരിഞ്ഞു കൊടുക്കട്ടെ. ഇതിനു വേണ്ടി സഹായിച്ചവർക്ക് എല്ലാ ഹൈറും ബർക്കത്തും അല്ലാഹുവും ചെരിഞ്ഞു കൊടുക്കട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ ആ ആദർശങ്ങൾ, ആ അഖീദ, ആ ആചാരങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കുള്ള എല്ലാ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ഖുബൂറിനെയും അല്ലാഹു സുഖപൊങ്കാവനാക്കട്ടെ. അവർക്കൊക്കെയുള്ള നന്മകൾ അല്ലാഹു സ്വീകരിക്കട്ടെ, തിന്മകളെ വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.